വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ് കേട്ടോ. വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാ വർഷവും വിഷുക്കണി വെച്ചിട്ട് വിഷുക്കണി നല്ല രീതിയിൽ വെച്ചിട്ട് കണി കണ്ട ആളുകൾക്കും വിഷു വരുമ്പോഴത്തേക്കും ഒരു ടെൻഷനാണ്. എങ്ങനെയാണ് കണി വെക്കേണ്ടത്, അല്ലെങ്കിൽ അതിലെന്തൊക്കെ വെക്കണം, ഇനിയിപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ, അല്ല കുളിക്കാതെ കത്തിക്കാൻ പാടുണ്ടോ. ഇതിപ്പോൾ പലർക്കും കൺഫ്യൂഷനുള്ള വിഷയം തന്നെയാണ്. ഞാൻ സിമ്പിളായിട്ട് ശരിയായ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. വിഷു മേടം 2-നാണ്, ഏപ്രിൽ 15. 2026 വിഷു മേടം 2 ഏപ്രിൽ 15. സാധാരണയായ വിഷു മേടം 1-നാണ് ഉണ്ടാവാറ് അല്ലെ. അപ്പൊ അതുപോലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുവേ. എല്ലാവർക്കും ചിന്നക്കോസിന്റെ വിഷു ആശംസകൾ. നമസ്കാരം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ വിഷു ആശംസകൾ പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാവരും വിഷുവിന്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. ശരിക്കും അങ്ങനെയല്ലേ? വിഷു എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികളാണെങ്കിൽ പടക്കം പൊട്ടിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ വീട്ടമ്മമാര് എങ്ങനെ കണി വെക്കണം, ഏതൊക്കെ രീതിയിലാണ് വെക്കേണ്ടത്, എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ള ടെൻഷനോടുകൂടി ഓടും അല്ലേ. അപ്പം മലയാളികൾക്ക് വിഷു എന്നാൽ വെറുമൊരു ആഘോഷമല്ല, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയല്ലേ. കണി കാണുന്നതാണ് വിഷുവിന്റെ ഏറ്റവും പ്രധാന ചടങ്ങ്. അത് എങ്ങനെ ശരിയായി ഒരുക്കും, എന്തൊക്കെ സാധനങ്ങൾ വേണം, ഇനി ഗുരുവായൂരിലെ കണി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. കാരണം എല്ലാ വർഷവും വിഷു വരുമ്പം നല്ല സൂപ്പറായിട്ട് കണിയൊരുക്കുന്ന വീട്ടമ്മമാര് വിഷു വരുന്ന സമയത്ത് വീണ്ടും വെപ്രാളത്തിലാണ്. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരെ കുറിച്ചാട്ടോ ഞാൻ പറയണത്. ഇപ്പോഴും എല്ലാം ഓർത്തുകൊണ്ട് നല്ല രീതിക്ക് കണി വെക്കുന്ന ഒരുപാട് മുത്തശ്ശിമാരുണ്ട് ഇല്ലേ, എല്ലാം അറിയുന്നേ. അപ്പം നമുക്ക് അറിയെങ്കിലും ഈ ദിവസം ഉണ്ടാകുന്ന ഒരു വെപ്രാളം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണി ഒരുക്കേണ്ടതും കണി വെക്കേണ്ടതും എല്ലാം പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കണിക്ക് വെക്കേണ്ട സാധനങ്ങൾ: ഓട്ടുരുളി, എല്ലാവർക്കും അറിയാലേ. ശുദ്ധീകരിച്ച ഓട്ടുരുളിയിലാണ് നമ്മൾ കണി വെക്കുന്നത്. പിന്നെ ധാന്യങ്ങള്, ഉണക്കലരിയും നെല്ലും ഉരുളിയിൽ ആദ്യം നിറയ്ക്കുന്നു. പിന്നെ ഫലങ്ങൾ, അതായത് കണിവെള്ളരി ഏറ്റവും പ്രധാനം. കണിവെള്ളരി ഇല്ലാതെ ഒന്നുമില്ല അല്ലേ. വിഷുവിന് കണിവെള്ളരി പ്രധാനമാണ്. പിന്നെ മാമ്പഴം, ചക്ക, പഴുത്ത നേന്ത്രപ്പഴം, ഇപ്പൊ ഒരുപാട് ആളുകൾ ആപ്പിള്, മുന്തിരി ഒക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ. പിന്നെ കണിക്കൊന്ന, കൃഷ്ണന്റെ അരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പോ ഇല്ലാതെ കണി പൂർണ്ണമാവുമോ? അഷ്ടമംഗല്യം, വാൽക്കണ്ണാടി, ഗ്രന്ഥം, സ്വർണ്ണനാണയം, അലക്കിയ മുണ്ട്. ഈ സ്വർണ്ണനാണയം എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ ഒന്ന് വെക്കുക. അതേപോലെ നമ്മൾ നിലവിളക്ക് 5 തിരിയിട്ടിട്ട് വേണം കത്തിക്കാൻ. കൃഷ്ണ വിഗ്രഹം മറക്കില്ലല്ലോ. ഇതിന് പുറമെ നെയ്യപ്പം, ഉണ്ണിയപ്പൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കണന് വലിയ ഇഷ്ടാവും. പിന്നെ ഇതൊന്നും വെക്കാതെയും നമ്മൾ കണി വെക്കാറുണ്ട്. ഒരു വെള്ളരിക്ക മാത്രം വെച്ചിട്ട് കണി വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഉരുളിയിൽ വെള്ളരിക്ക വെച്ച് കുറച്ച് കണിക്കൊന്നയും വെച്ചാല് ഞങ്ങളുടെ അമ്മയുടെ വിഷുക്കണി ഒരുക്കായി. അത് അമ്മ നിറഞ്ഞ മനസ്സോടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നും ഇല്ലെങ്കിലും ഭഗവാൻ അതൊക്കെ സ്വീകരിച്ചോളും, ഭഗവാൻ അതൊക്കെ സന്തോഷമായിക്കോളും. വിഷുക്കണി എടുക്കുന്നത് എപ്പോഴും നമ്മളെ വീട്ടിലെ വീട്ടമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ. അപ്പം അവര് വിഷുക്കണി എടുക്കുമ്പം രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് വിഷുക്കണി ഒരുക്കി എല്ലാവരെയും വിളിച്ച് വിഷുക്കണിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ അവരങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ അവര് കാണുന്നത് എന്താ? അവർ വാഷ്റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പം അവരുടെ കണി നല്ലതാവുമോ? അപ്പൊ നമുക്കതിനൊരു കാര്യം ചെയ്യാം. നമ്മള് തലേദിവസം കുളിച്ചിട്ട് വിഷുക്കണിയുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുക. എന്നിട്ടൊരു നിലവിളക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ചു വെക്കുക. കെട്ടുപോകാതിരിക്കാൻ ഭഗവാനോട് പ്രത്യേകം പറയുക, ശ്രദ്ധിക്കണേന്ന്. പിന്നെ പൂജാമുറിയിലൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ രാവിലെ കത്തിച്ചാൽ മതി. കാരണം സന്ധ്യക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അങ്ങനെ വിളക്ക് കത്തിച്ച് എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുത്തശ്ശിയായാലും അമ്മയായാലും
ആരായാലും അവർക്ക് നമ്മളെ വീടിന്റെ വഴികൾ കറക്റ്റാണ്. കണ്ണടച്ചുകൊണ്ട് അവർ ഏത് ഭാഗത്തോടെയും നടക്കും അല്ലേ. അപ്പോൾ പോയി കണിയൊക്കെ കണ്ട് അതിനുശേഷം എല്ലാവരെയും കൊണ്ടുപോയി കണി കാണിച്ച്, ഇനി പറ്റുമെങ്കിൽ കുളിച്ചിട്ട് മറ്റേ വിളക്കും കൂടെ അഥവാ പൂജാമുറിയിലെ വിളക്കെല്ലാം കത്തിച്ച് അതിനുശേഷം അവരെ വിളിച്ചാൽ മതി, സമയം എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. എന്നിട്ട് എല്ലാവരെയും കൊണ്ടുപോയി കണി കാണിക്കുക. കണി കാണിച്ചിട്ട് അവിടെ പ്രധാനമായിട്ടുള്ള വീട്ടുടമസ്ഥൻ ഉണ്ടാവുമല്ലോ, അവരെ കയ്യിൽ നിന്ന് നമ്മൾ വിഷുക്കൈനീട്ടം വാങ്ങുക. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ, വിഷുക്കൈനീട്ടം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആ കൈനീട്ടം തരുന്ന പൈസയുടെ വലുപ്പമല്ല, നമുക്ക് ആ കൈനീട്ടം കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണല്ലേ. അത് സാക്ഷാൽ കൃഷ്ണൻ തന്നെ നമുക്ക് തരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കുട്ടിക്കാലത്ത്. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സംതൃപ്തിയോടെ നമുക്ക് ആ പൈസ നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും, ചെലവാക്കാതെ വെക്കും അല്ലേ. ഇനി നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണി വെക്കുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി അത്യപൂർവമാണ്. മുഖമണ്ഡപത്തിൽ ഭഗവാനെ ഒരു ചക്രവർത്തിയെ പോലെയാണ് ഇരുത്തുന്നത്. പുലർച്ചെ 2:30 മുതൽ ഏകദേശം 1 മണിക്കൂറോളം ഈ കണി ദർശനം ഉണ്ടായിരിക്കും. നമ്മൾ ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാൻ നമ്മളെ നോക്കുന്നു എന്നൊരു തോന്നലാണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ മറക്കാൻ പറ്റാത്ത ഒന്നാണ് വിഷു കൈനീട്ടം. ഗുരുവായൂരിലെ മേൽശാന്തിമാരിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം വലിയ പുണ്യമായിട്ട് കരുതപ്പെടുന്നു. വീട്ടിലെ കാരണവർ തരുന്ന കൈനീട്ടവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ സമ്പന്നമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാഴയിലിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ഗുരുവായൂർ കൊടുക്കുന്നത്. വിഷു എന്ന് പറഞ്ഞാൽ വേറെ ഒരു കണി മാത്രമല്ലല്ലോ, വിഭവസമൃദ്ധമായ സദ്യയും കൂടെ ഉണ്ടല്ലോ. ഗുരുവായൂരിൽ ദേവസ്വം വക നൽകുന്ന ആ പ്രശസ്തമായ നമസ്കാര സദ്യ പോലെ നമ്മളും വീട്ടിൽ ഒരു ഉഷാർ സദ്യ ഒരുക്കണം. ഈ വരുന്ന വിഷു എല്ലാവർക്കും ഐശ്വര്യപൂർണമാവും എന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ. വിഷു ദിവസം നല്ല കാര്യങ്ങൾ കണി കാണുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ നന്മയുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നില്ല, അതാണ് ഇതിന്റെ ശരി. ഈ കണിക്കൊന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഞാൻ കണ്ണനെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. പക്ഷേ കണ്ണന് ഈ മഞ്ഞ കളർ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്, ആൾ ഭയങ്കര ഹാപ്പിയാകും. അതാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പൂജാമുറിയിൽ ഇങ്ങനെ തൂക്കിയിടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ മഞ്ഞ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നമ്മൾ തലേദിവസം കണിയൊക്കെ നമുക്ക് ഒരുക്കി വെക്കാട്ടോ. എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളക്ക് പോലും കത്തിച്ച് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയേ. അപ്പം വിഷു ആശംസകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. അത്ര സ്നേഹത്തോടെയാണ് അത് ഞാൻ സ്വീകരിക്കുന്നത്. ഞാനല്ല, ഏത് യൂട്യൂബറും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കമൻറ്റ് ഇടുകയാണ്, അല്ലെ കമൻറ്റ് ബോക്സിൽ കൃഷ്ണ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ സർവം കൃഷ്ണാർപ്പണമസ്തു, അല്ലെ നാരായണ, ഇനി അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട്, ഇതൊക്കെ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുകയും വേണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പല ആളുകൾക്കും അറിയില്ല. എൻ്റെ വീഡിയോസുകൾ കുറേ കാണുന്നത് ഈ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ അറിയാത്ത കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് പറയാറുണ്ട്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എല്ലാം നന്നായിട്ടറിയാം. അപ്പോൾ അവരാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ സ്വീകരിച്ച എല്ലാവർക്കും, എൻ്റെ പ്രേക്ഷകർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാനിടുന്ന വീഡിയോ വിഷുവിൻ്റെ എൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ കണി വെച്ചത് എങ്ങനെയാണ്, അങ്ങനെയുള്ള എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീണ്ടും ഒന്നുകൂടി വിഷു ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.
കൃഷ്ണനെ വർണ്ണിച്ചിട്ട് നമ്മൾ ഒരുപാട് കവിതകളൊക്കെ എഴുതാറുണ്ടല്ലേ. ഒരു കവിതയെ എഴുതാൻ അറിയാത്ത ആളുകൾ പോലും ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് വരികൾ എഴുതാറുണ്ടല്ലേ. അതുപോലെ ഞാനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് എഴുതിയിട്ട് ഒന്ന് ജെമിനിക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് മ്യൂസിക്കാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ പാടി ജെമിനി എനിക്ക് വിട്ടൊരു പാട്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത്. ചുമ്മാ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഗുരുവായൂരിലുണ്ടൊരു കണ്ണൻ, ഗുരുവായൂരപ്പനാം കണ്ണൻ, താമര പോലൊരു കണ്ണൻ, താമര കണ്ണനം കണ്ണൻ, ഭക്തയാമെന്നെ താമൈതൾ പോലെ ചേർത്തു വെച്ചൊരു കണ്ണൻ, എന്റെ താമര കണ്ണനം കണ്ണൻ, എന്നെ ഞാനാക്കി മാറ്റിയ കണ്ണൻ. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഈ പങ്കജം കൈതൊഴുന്നേ, തൃപ്പാദ പങ്കജം കൈതൊഴുന്നേ.